അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നോട്ട്സ് ആണ്. നോട്ട്സ് മിട്ടീക ദിയ എന്ന ആ കവിതയിൽ നസ്മിന്റെ മൗലാന അൽതാഫ് ഹുസൈൻ അലിന്റെ നസ്മിലെ നോട്ടിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ എന്താണ് ഇത് എഴുതാൻ പോണത്. വരി ഏത് മുതലാണ്? हमने हमने मुदल हमने इन आली बनाओं से किया अक्सर सवाल हमने हमने इन आली बनाओं से മുതലേ ഇൻ ആലി ബനാओं से മുതലേ പിന്നെ ഏതുവരെ രായ മക്കാൽ വരെയുള്ള എത്ര വരിയുണ്ടോ, ഇതിനടിയിൽ എത്ര വരികളുണ്ടോ ആ വരികൾ മുഴുവനും നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. ഈ നോട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നോക്കാം. ആകെ 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 ഷായർ ഷായർ എന്താണ്? ഷായർ ഹിന്ദുസ്ഥാൻ की എന്താണ്? ഹിന്ദുസ്ഥാൻ की ഇസ് ഇൻ അസീം എന്താണ്? ഇൻ അസീം. നേരെ ആദ്യം വായിക്കണം. അത് കൃത്യമായിട്ട് എങ്ങനെ ഒക്കെ മലയാളത്തിന്റെ സ്ട്രക്ചർ ആയിരിക്കും ഒട്ടുമിക്ക ഉണ്ടാവുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഞാൻ എഴുതലിന്റെ ഒരു എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഇതാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു എഴുതി തന്നില്ല നിങ്ങൾ എന്താവൂല, അത് നിങ്ങൾ പഠിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ എഴുതി തരുന്നത്. ഞാൻ എനിക്ക് എഴുതി തരിക എന്നുള്ള എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അസീം ഷാൻ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ എഴുതുന്ന ശൈലികൾ നോക്കുക, പഠിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അടുത്ത 2-3 സെമസ്റ്റർ എന്ത് ചെയ്യണം? സ്വയമായിട്ട് എഴുതാനുള്ള ശ്രമം നടത്തണം. അപ്പോഴേക്കും ഇപ്പൊ പഠിക്കാൻ നോക്കി ക്ലാസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ? ആകെ ഷാർ ഹിന്ദുസ്ഥാൻ കിൻ അസീം ഷാൻ പറഞ്ഞാണ് മഹത്തരമായ, എന്താണ്? മഹത്തായ എന്താണ്? ഇമാറത്തോൺസ് എന്താണ്? ഇമാറത്ത് പറഞ്ഞാണ് ഇമാറത്ത് കെട്ടിടം അല്ലെ? ഇമാറത്തോൺസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങുകളോട് എന്ത് ചെയ്യാണ്? എങ്ങനത്തെ ബിൽഡിംഗ്? ജയ്സാക്കെ എന്ന് പറഞ്ഞാണ്. ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ അറിയാം. ഫോർ എക്സാമ്പിൾ താജ്മഹൽ, എന്താണ്? താജ്മഹൽ, ലാൽ കില്ല और കുത്തുബ് മിനാർ വഗൈറ ഹേ. ഇതുപോലത്തെ കെട്ടിടങ്ങളോട്. അപ്പൊ അപ്പൊ സാറങ്ങൾ എന്തിന്റെ അടിയിൽ എന്താണ്? ആകെ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ വരിക. ആകെ ഷായർ തുടർന്ന് ഷായർ ഹിന്ദുസ്ഥാൻ കിൻ അസീം ഷാൻ ഇമാറത്തോസെ ഇന്ത്യയിലെ ഈ വലിയ മഹത്തരമായ, എന്താണ്? പ്രൗഢമായ ആ കെട്ടിടങ്ങളോട്. ഏത് കെട്ടിടങ്ങൾ? ജയ്സാക്കെ താജ്മഹൽ, ലാൽ കില്ല, കുത്തുബ് മിനാർ വഗൈറ ഹേ. അതുപോലത്തെ എല്ലാ കെട്ടിടങ്ങളില്ല. ആ കെട്ടിടങ്ങളോട് എവിടെ? ആ കെട്ടിടങ്ങളോട് മുഖാത്തിബ് ഹോക്കർ. എന്താണ് മുഖാത്തിബ് ഹോക്കർ എന്ന് പറയുന്നതാണ്? അഭിമുഖീകരിച്ചിട്ട്, അഡ്രസ് ചെയ്തിട്ട്. മുഖാത്തബ് ഹോന എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക. മുഖാത്തബ് ഹോക്കർ എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിച്ചിട്ട് എന്ത് ചെയ്യാണ്? സവാൽ കർത്തേ ഹേ എന്നാണ്. സവാൽ കർണ എന്ന് പറഞ്ഞാൽ ചോദിക്കുക. സവാൽ കർത്തേ ഹേ. ഇവിടെ എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? കെ എന്തെന്നാൽ ബേഷക്ക് എന്താണ്? ഇൻ ശാന്താർ ഇമാറത്ത്. എന്താ ശാന്താർ പറഞ്ഞാല്? ശാന്താർ പറഞ്ഞ ഫിലിമില്ലേ? ആരുടെയാണ് അറിയോ? ഫ്ലോപ്പ് ആയ ഒരു ഫിലിം ഉണ്ട്. ഇൻ ശാന്താർ ഇമാറത്തേൻ എന്താണ്? ഫന്ന് പറഞ്ഞാണ്. തസ്നി അറിയില്ലേ? ഫന്ന് പഠിച്ചോനെ. കല. തമീർ പറഞ്ഞ നിർമ്മാണം. ഫന്നെ തമീർ പറഞ്ഞാലോ നിർമ്മാണ കലയുടെ, എന്താണ്? കലയുടെ എന്താണ്? നായാബ് പറഞ്ഞാണ്. നായാബ് അപൂർവം. നായാബ് എന്ന് പറഞ്ഞാല് അടിയിൽ പുള്ളിയിലട്ടോ, ബായാബല്ല, നായാബ് നമൂനഹേ. എന്താണ്? നമൂന എന്ന് പറഞ്ഞാണ് ഉദാഹരണം, മാതൃക അല്ലെ? ഉദാഹരണങ്ങളാണ് ഈ കെട്ടിടങ്ങൾ. ഈ പറഞ്ഞ കണക്കല്ലേ? അതായത് താജ്മഹൽ, ലാൽ കില്ല, കുതുബ് മിനാർ, അതുപോലെ തന്നെ ജാമിയ മസ്ജിദ്, അതുപോലെ തന്നെ കണ്ടമാനം 1000കണക്കിന് 3000-ഓളം വരുന്ന കെട്ടിടങ്ങളിലെ ആ കെട്ടിടങ്ങളിലെ
ആ കെട്ടിടങ്ങളൊക്കെ കെട്ടിടങ്ങളോട് അഭിമുഖീകരിച്ചുകൊണ്ട് സവാൽ കർത്ത ഹേ, എന്താണ് ചോദിക്കണത്? കെ ബേഷക്ക്, ബേഷക്ക് പറഞ്ഞാണ് there is no doubt, ല്ലേ? എന്താണ് നിസ്സംശയം. ശാന്താർ, ശാന്താർ എന്നാണ് ഭംഗിയുള്ള, മികച്ച, ഓസം, ല്ലേ? ഭംഗിയുള്ള എന്താണ് ഇമാറത്തെ, എന്താണ് ഭംഗിയുള്ള. ശാന്താർ കഴിഞ്ഞിട്ട് എന്താ? ശാന്താർ ഇമാറത്തെ അല്ലേ? ഇമാറത്തെ നമ്മുടെ എഴുതിയില്ല, ഇമാറത്തങ്ങൾ എഴുതി. ഇമാറത്തെ അപ്പൊ അപ്പിനിയാപ്പ് വേണ്ടോ? അപ്പിനിയാപ്പ്, അപ്പിനിയാപ്പ്, അപ്പിനിയാപ്പ് ട്ടോ. അപ്പിനിയാപ്പ് സ്വയം എന്താണ് ഈ ഇമാറത്തന്നെ എന്താണ് സ്വന്തം എന്താണ് നിർമ്മാണ കലയുടെ എന്താണ് അപൂർവ ഉദാഹരണങ്ങളാണ്, മാതൃകകളാണ്, അല്ലെ? അപൂർവ മാതൃകകളാണ്. അതിൽ യാതൊരു സംശയമില്ല, അതിൽ യാതൊരു സംശയമില്ല. ബേഷക്ക്, ബേഷക്ക്, ബേഷക്ക് നായാബ് നമൂനഹെ, എന്താണ് അപ്പിനിയാപ്പ്, അപ്പിനിയാപ്പ് എന്താണ് ഈ ഷാദാർ ഇമാറത്തിന് അപ്പിനിയാപ്പ് എന്താണ്? പന്നെ താമീർക്ക് നായാബ് നമൂനാഹെ, നായാബ് നായാബ് പറഞ്ഞത് അപൂർവം, അപൂർവം എന്ന് പറഞ്ഞാല് പിന്നെ ഒരിക്കലും എവിടെയും കിട്ടാത്ത, കാണാത്തതിനാണ് പറയാ നായാബ് എന്ന് പറയാ. അത് ഈ യാഫ്തൻ എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നർത്ഥം. യാഫ്തൻ എന്ന് പറഞ്ഞാല് ലഭിക്കുക. ഇതിന്റെ അംബറാണ് പേർഷ്യനില് യാബ് എന്ന് പറയാ. ഇതിനോട് നമ്മൾ എന്ത് ചെയ്തു? യാബറ ലഭിക്കുക. അപ്പൊ നായാബ് പറഞ്ഞാൽ നമ്മൾ ഉറുദുക്കാരെടുത്തു. നായാബ് പറഞ്ഞാലോ ഇതിങ്ങനെ തന്നെ വെക്കുക. ഇതൊറ്റ വാക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കല് ഉറുദുക്കാർ. നായാബ് പറഞ്ഞാൽ അപൂർവം, എവിടെയും കിട്ടാത്ത ഒക്കെ അർത്ഥം. അപ്പൊ നായാബ് നമൂന എന്ന് പറഞ്ഞാൽ അത് ഉദാഹരണം, അതും പേർഷ്യനാണ്. ഓക്കെ, നിർമ്മാണ കലയുടെ അപൂർവ മാതൃകളാണ് ഈ പറഞ്ഞ കെട്ടിടങ്ങളൊക്കെ, അതിൽ യാതൊരു സംശയമില്ല. സമ്മതിച്ചു. പിന്നെ പിന്നെ ഓർ ഓർ ജിൻകെ ദറോ ദിവാർസെ, എന്താണ് ജിൻകെ പറഞ്ഞാൽ അതിന്റെ, അതിന്റെ പറഞ്ഞാല് ആ കെട്ടിടങ്ങളുടെ. ദറോ ദിവാർസെ, എന്താ ദറോ ദിവാർ എന്ന് പറഞ്ഞാല്? ദറോ ദിവാർസെ നമ്മൾ പഠിച്ചില്ലേ? ദറോ ദിവാർ എങ്ങും. ദറോ ദിവാർ എന്ന് പറഞ്ഞാൽ ദറോ ദിവാർ എന്ന് പറഞ്ഞാല് ഹർ ജഗ് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അതിന്റെ പിന്നെ എന്ത് അർത്ഥം? എന്താണ് ഈ കെട്ടിടങ്ങളുടെ എവിടുന്നും ഏത് ഭാഗത്ത് നോക്കിയാൽ ആ ഭാഗത്ത് നിന്നൊക്കെ, മനസ്സിലായോ? എന്താണ് ഒരു ജിൻകെ ദറോ ദിവാറിൽ നിന്നും എന്ത് ചെയ്യുന്നു? എങ്ങിൽ നിന്നും എന്ത് ചെയ്തു? ബാനിയോക്കെ, എന്താണ് ഉൻകെ ബാനി, ബാനിയോ, ബാനിയോ, ബാനിയോക്കെ ജാഹോ ജലാൽ. ജാഹു എന്താണ്? ജാഹോ ജലാൽ, അവരുടെ ഗംഭീരത. ഇത്ര വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ആൾക്കാർ എത്ര വലിയ ആൾക്കാരായിരിക്കും? ഈ കുത്തുബ് മിനാർ, അല്ലെങ്കിൽ ലാൽ ഖില്ല, അല്ലെങ്കിൽ ലാല മസ്ജിദ്, എന്താണ് ജാമി മസ്ജിദ്, അല്ലെങ്കിൽ താജ്മഹൽ, ഇത്രയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് സാധിക്കില്ല. കാരണം അത്രക്കും വലിയ പണക്കാരായിരുന്നു അവര്, അത്രക്കും വലിയ സമ്പത്തിന്റെ ഉടമകളായിരുന്നു അവര്, അത്രക്കും വലിയ ധീരരായിരുന്നു അവര്. ഇതിന്റെ അവരിൽ നിന്ന് നമുക്ക് എന്താവുന്നു? ഈ കെട്ടിടങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലയിൽ എന്താവുന്നതാണ്? കൈ വെച്ച് പോകുന്നതാണ്, നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നതാണ്. കാരണം ഇതിൽ നിന്നൊക്കെ എന്താ നമുക്ക് വ്യക്തമാവുന്ന, ഊഹിക്കാവുന്ന ഇവർ എത്ര ഷാജഹാനും അതുപോലെ തന്നെ ഔറംഗസീബും അവന്മാർക്ക് തന്നെ അക്ബറും ഒക്കെ തുടങ്ങിയ പിന്നെ ചക്രവർത്തിമാരൊക്കെ എന്തുമാത്രം വലിയ ശക്തരായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പറയാണ് ജിൻകെ ദറോ ദീവാർസെ, ആ കെട്ടിടങ്ങളിൽ നിന്ന് എങ്ങും നിന്നും എന്ത് ചെയ്തു? ഉനിക്ക് ബാനിയോക്കെ, അവരുടെ എന്താണ് നിർമ്മാതാക്കളുടെ ജാഹോ ജലാൽ, അവരുടെ എന്താണ് ഗാംഭീര്യം, അവരുടെ ഗാംഭീര്യം എന്ത് ചെയ്യുന്നു? ജാഹോ ജലാൽ എന്ത് ചെയ്യുന്നു? ടപക്തി ഹേ, എന്താണ് ടപക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ടപക്തഹെ, എന്താണ് ടപക്ന? ടപക്തഹെ, ടപക്ന എന്ന് പറഞ്ഞാൽ ഇറ്റി വീഴുന്നു, തുളുമ്പുന്നു. നമ്മൾ പറയില്ലേ ഇറ്റി അതിന് ടപക്ന എന്ന് പറഞ്ഞാല് ടപക്ന, ഇറ്റിറ്റ് വീഴുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വ്യക്തമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ടപക്ന, ഇറ്റിറ്റ് വീഴുക എന്നാണ്.
लोग फन्ने तमीर के फन्ने फन्ने तामीर की इन नायाब नमूनों को नमूनों की സോറി ദീദാർ के लिए എന്താ ദീദാർ കർണ എന്ന് പറഞ്ഞാല് സന്ദർശിക്കുക ദീദാർ കർണ പറഞ്ഞാല് സന്ദർശിക്കുക ദീദാർ കർണ സന്ദർശിക്കുക എന്താണ് ദീദാർ കെലി സിയാറത്തിനാണ് എന്ത് പറയാ ദീദാർ എന്ന് പറയാട്ടോ കാണുക അല്ലെങ്കിൽ സംഗമിക്കുക ഒക്കെ അതിനർത്ഥം കേട്ടോ നായാബ് നമൂനോങ്കി ഈ നിർമ്മാണ കലയുടെ എന്താണ് അപൂർവ ഇനം മാതൃകകളെ കാണുന്നതിന് വേണ്ടി ദീദാർ കേലിയെ ആത്തെ ഹേ എന്താ അപ്പൊ സാറ് നമ്മുടെ ചോദ്യം പറഞ്ഞത് എന്നിട്ട് ചോദ്യം ഇവിടെ പറയാത്ത ചോദ്യം വരുന്നുള്ളൂ അപ്പൊ അതിന് മുമ്പ് കവി എന്ത് ചെയ്ത ഒരു കാര്യം പറഞ്ഞു അല്ലെ എന്താ പറഞ്ഞത് പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പൊ ഇതില് പറഞ്ഞത് ഒന്ന് വായിക്കെല്ലാരും ഇപ്പൊ എഴുതിയത് ബേശക്ക് എന്താ പറയണത് ബേശക്ക് ഇൻ ഷാന്ദാർ ഇമാറത്തിൻ അപ്പനെ ആപ്പ് अपने आप में वाटो अपने आप में എന്താണ് अपने आप में ട്ടോ ഓക്കെ വായിക്കണ്ട ഞാൻ മതി ലാസ്റ്റ് വായിക്കാം ओके दुनिया जहां से बाकमाल लोग फन तामीर के इस नायाब नमूनों के दीदार के लिए आते हैं എന്നിട്ട് ഇങ്ങനെയാണ് ചോദ്യം വായിക്കേണ്ടത് ഇങ്ങനെയാണ് ചോദ്യം പറയാൻ പോണത് ഓക്കെ ഷാരി ബലേഹി ആരാണ് ബലേഹി ഒരു പ്രയോഗമാണ് ബലേഹി എന്ന് പറഞ്ഞാല് ഒരു പ്രയോഗമാണ് നമുക്ക് നോക്കാം എന്താണ് ബലേഹി എന്ന് പറഞ്ഞാല് ഇൻസ്പൈറ്റ് ഓഫ് എന്നതിന്റെ അർത്ഥമാണ് ഇംഗ്ലീഷിൽ എന്താണ് ഇൻസ്പൈറ്റ് ഓഫ് എന്നതിന് നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കുകയാണ് ബലേഹി അങ്ങനത്തെ ഹാലാങ്കെ ഒക്കെ ഉറുദുവിൽ പറയാം അഗർച്ചെ എന്നാണ് അഗർച്ചെ തുടങ്ങിയ വാക്കിനൊക്കെ പകരം എന്ത് ഉപയോഗിക്കുന്നതാണ് ബലേഹി തസ്നീം एक अच्छी लड़की हो लेकिन वो വക്ത് കാ പാബന്ദ് നഹി എന്ന് പറഞ്ഞ എന്താണ് തസ്നീം ഒരു നല്ല കുട്ടി തന്നെയായിരിക്കാം ബേശക്ക് സംശയമല്ല അങ്ങനെ തന്നെയായിരിക്കാം പക്ഷെ അവളെന്തല്ല സമയത്തെ പിന്നെ സമയം പാലിക്കൂല കൃത്യനിഷ്ഠതയില്ലാത്ത കുട്ടിയാണ് അങ്ങനത്തെ കുട്ടിയല്ല ഓക്കെ अब दुनिया जहां से बाकमाल लोग फन्ने तामीर की नायाब नमूनों के दीदार के लिए आते हैं बलेही അങ്ങനെ തന്നെ ആയിരിക്കാം ബലേഹി ഇങ്ങനെ അപ്പൊ പറയാം ബലേഹി ये सब बातें എന്ന് പറഞ്ഞാണ് ഈ സബ്ബാത്ത് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഏത് കാര്യങ്ങള് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിന്റെ പ്രൗഢി എന്ത് ചെയ്യുന്നു അതിന്റെ ആളുകളുടെ പ്രൗഢി എന്താണെന്ന് വ്യക്തമാകുന്നു പിന്നെ ഇതിന്റെ ഈ ഫന്ന തമീറിന്റെ ഈ അപൂർവ ഇനങ്ങളെ കാണാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പിന്നെ എല്ലാവരും ലോകത്തെങ്ങിൽ നിന്നുള്ള കമാലായ കഴിവുള്ള ആളുകൾ ബാക്കമാൽ ലോകം എന്ത് ചെയ്യുന്നു വരുന്നു ഇതൊക്കെ ഈ പറഞ്ഞില്ലേ ഈ സഹീറ സ്ഥാനത്ത് എന്താണ് സുഹീബി ഹോ സത്യം തന്നെയായിരിക്കാം എന്താണ് ശരിയായിരിക്കാം സുഹീബി ഹോ എന്താണ് സത്യമായിരിക്കാം ഈ ബലേഹി സബ്ബാത്തീൻ അപ്പിനി ജഗ സൊയ്ബി ഹോ ഇതൊക്കെ ഈ മേൽ പറയപ്പെട്ട കാര്യങ്ങളില്ലേ ഈ രണ്ട് കാര്യങ്ങള് ഒന്നാമത് ഈ ഫന്ന തമീർ കൊണ്ട് നമുക്ക് എന്ത് വ്യക്തമാകുന്നുണ്ട് ഇതിലെ ഉണ്ടാക്കിയ ആളുകളെ ജാഹോ ജലാൽ എന്ത് ചെയ്യുന്നു ഇതിന് വ്യക്തമാകുന്നുണ്ട് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുന്നു ഈ പിന്നെ ഇതിന്റെ പ്രശസ്തി കേട്ടിട്ട് പിന്നെ ലോകത്തെങ്ങും നിന്നുള്ള കഴിവുള്ള ആളുകളെ എല്ലാം തികഞ്ഞ ആളുകൾ എന്ത് ചെയ്യുന്നു ഇത് കാണാൻ എന്ത് ചെയ്യുന്നു വരുന്നു അതും ശരിയാണ് അപ്പൊ ഈ കാര്യങ്ങളില്ലേ ബലേഹി സബ്ബാത്തീൻ ഈ കാര്യങ്ങളൊക്കെ എന്താണ് അപ്പിനി ജഗ് സ്വന്തമായിട്ട് തങ്ങളുടെ ഇടത്തില് എന്താണ് നമ്മൾ ദോസ്തി അപ്പിനി ജഗ് ദോസ്തി വേറെ എന്ന് പറയില്ലേ दोस्ती अपनी जगह क्लास में हम सीरियसली संजीदगी से हम काम लेना चाहिए പറയാറില്ലേ അതേമാതിരി ബലേഹിയ സബ്ബാത്തെ അപ്നി ജഗ സ്വഹീബി ഹോ അതെന്താ ശരിയായിരിക്കാം എന്താണ് തങ്ങളുടേതായ ഇടത്ത് എന്താണ് ശരിയായിരിക്കാം പിന്നെ ലേക്കിൻ പക്ഷേ തുമാരി ഇസ്ഷാനോ ഷൗക്കത്ത് ഇവിടെ ചോദ്യം വരുന്നുണ്ടോ എന്താ ചോദിച്ചു പറഞ്ഞില്ലേ ചോദ്യം ഇവിടുന്ന പറയണേ എന്താണോ ഇവിടുന്ന് മുതലാണ് ഇതിന് ഉത്തരം വരിക ബലേഹി സബ്ബാത്തേൻ അപ്നി ജഗ സുഹീബി ഹോ ലേക്കിൻ ചോദ്യം ഇതാ വരുന്നുട്ടോ തുമാരി ഇസ്
ഷാനോ ഷാനോ ഷൗക്കത്ത്